ഹായ് മക്കളെ, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ. മക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത്, നമുക്കറിയാം ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറും എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി തമ്മിൽ എന്തുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന്, ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ MS സൊല്യൂഷന്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് രാത്രി 8 മണിക്ക് 7:30ക്കുള്ള ലൈവിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മക്കളെ. മക്കളെ മറക്കണ്ട, ഇന്ന് 7:30ക്കാണ് നമ്മുടെ ലൈവ് നടക്കുന്നത്. ലൈവിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മക്കളെ. മറക്കാതെ ജസ്റ്റ് നോട്ടിഫൈ മീ ചെയ്യുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ മക്കളെ. സോ ഇന്ന് ഈ സമഗ്രമായി ബന്ധപ്പെട്ട്, അതായത് ഗവൺമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ടൈപ്പ് പ്രോബ്ലം ഇല്ലാത്ത പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ആണെങ്കിൽ ഏകദേശം 60 മാർക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പ്ലസ് ഇന്ന് നടക്കുന്ന രാത്രിയുടെ ലൈവും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഡിക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ മാർക്ക് എന്ത് ചെയ്യാം, ഓണപരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യണം, വേഗം സമയം കളയാനില്ല. സോ ഈ സെക്ഷനിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് സമഗ്രയിൽ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയോ ഇല്ലേ എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് നോട്ട് എ ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ്. ഈ ക്വസ്റ്റ്യൻ നോക്കേ, 1, 7, 13 എക്സെട്ര. ഇതിൽ വരുന്ന ഒരു വിച്ച് ഈസ് ഓഫ് നമ്പർ ബിലോ അല്ലെ, നോട്ട് എ ടേം, അതായത് വരാത്ത ടേം ഏതാണെന്ന് മക്കളെ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ നോക്കേ, 1, 7, 13 ഇങ്ങനെ എക്സെട്ര പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 1, 7, 13 വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് അല്ലെ. നമുക്കറിയാം സെക്കൻഡ് ടേം എന്ത് ചെയ്യടാ, ഫസ്റ്റ് ടേം കുറക്കാം. എല്ലാവർക്കും അറിയാം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുക എത്രയും മക്കളെ, 6 ആണ് നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടുക. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ അല്ലാത്ത ടേം ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാമ്പിൾ നമുക്ക് എന്താവും, തലൊന്നും മിന്നും അല്ലെ, പെട്ടെന്ന് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. പക്ഷെ ഇതിന്റെ ലോജിക് ഉണ്ട് മക്കളെ. നിങ്ങൾ രണ്ടാമത്തെ കേസിൽ നിങ്ങൾ നോക്കി നോക്കേ, അതിന്റെയും കോമൺ ഡിഫറൻസ് തന്നെയാണ് 6 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1, 7, 13 എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിങ്ങൾ നോക്കുക, 1, 7 കിട്ടിയത് എങ്ങനെയാടാ, 6 + 1 കൂട്ടിയിട്ടാണ്. 13 കിട്ടിയത് എങ്ങനെയാ മക്കളെ, നിങ്ങൾ നോക്കി നോക്കേ അല്ലെ, 12 + 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സാറേ, ഇവിടെ നമുക്കൊരു ആശയം വരുന്നു അല്ലെ. ഇവിടെ 6, ഇവിടെ 12, ഒബ്വിയസ്ലി അടുത്ത ടേം എന്തായിരിക്കും അല്ലെ, 18 + 1 ആയിരിക്കും. അതായത് അടുത്ത ടേം എന്തായിരിക്കും, 19 ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ആക്ച്വലി ഇതൊരു 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. സോ 6ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതായിരിക്കും ഇതിന്റെ ആൻസർ. 6ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ +1 ഉള്ളതൊക്കെ എന്തായിരിക്കും, ഈ സീക്വൻസിലുള്ളതായിരിക്കും. അല്ലാത്തതൊക്കെ എന്തായിരിക്കും, ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നു, 61 നമുക്കറിയാം 10 × 6 60 അല്ലെ, 60 + 1. സോ ഈ ടേം എന്തായിരിക്കും, ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയിൽ എന്തായിരിക്കും, സീക്വൻസ് ആയിരിക്കും. സെക്കൻഡ് കേസ് നോക്കി നോക്കിയേ, 81 അവിടെ നിൽക്കട്ടെ, 91 നമുക്കറിയാം അല്ലെ, 6ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അല്ലെ 90 + 1 എത്രയാടാ, നമുക്കത് വരും. അതേപോലെ തന്നെ 121 നമുക്കറിയാം 120 എന്താണ്, 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 20 × 6 120. സോ ഇത് നമുക്ക് എന്താടാ, സീക്വൻസ് ആണ്. അപ്പൊ വരാത്തത് ഏതാണ് മക്കളെ, വരാത്തതിന്റെ ആൻസർ എന്താണ് മക്കളെ, B = 81 ആണ് അതിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സാമിന് ചോദിക്കും. സാറ് പറഞ്ഞതല്ല, സമഗ്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണ്ട, പ്രിപ്പയർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റീഡ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറിന്, ബ്ലാ 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 ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, ഈ 5th ടേം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 8, then the sum of the third and 7th term is 16. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, the sum of the two number got by adding and subtracting by the same numbers from a number is twice this number. ജസ്റ്റ് മലയാളത്തിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ, സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് എ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നടാ, സ്റ്റേറ്റ്മെന്റ് എ എടുക്കുന്നു. സ്റ്റേറ്റ്മെന്റ് എ പ്രകാരം എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്, സമാധാനമായിട്ട് നോക്കാം. ഇഫ് ദ 5th ടേം ഓഫ് an arithmetic sequence is 8, അത് നമുക്ക് സാധാരണ എഴുതാൻ അറിയാം അല്ലെ. 5th ടേം ഓഫ് arithmetic sequence എന്താണ്, 8 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു 5th ടേം 8. അത് നമ്മൾ അതുപോലെ തന്നെ എഴുതിയിട്ടാ, നോർമലി നമ്മൾ എഴുതുന്ന അതേപോലെ തന്നെ 5th ടേം എഴുതിയടാ. അതിനുശേഷം then the sum of the third and 7th term is 16 അല്ലെ. then sum of the third and 7th term. അപ്പൊ നമുക്കൊരു ഐഡിയ ചെയ്യാം, ആ 7 ടേമുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു സെറ്റ് ആക്കാം. ഇപ്പോൾ x3, അതുപോലെ തന്നെ x4, x5, അതുപോലെ തന്നെ എന്താടാ x6 അല്ലെ, x6, അതുപോലെ x7. അപ്പൊ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ നോക്കുകയാണ്. അതായത് സം ഓഫ് ദി തേർഡ് ആൻഡ് സെവൻത്ത് ടേം. അപ്പൊ ഞാൻ തേർഡ് മുതലുള്ള ടേമുകൾ ഒന്ന് എഴുതി നോക്കേ.
x3 x4 x5 x6 x7 എന്ന് എഴുതി. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയാണ് xy ഓൾറെഡി തന്നിട്ടുണ്ട് എന്താടാ 8 ആണ്. അപ്പൊ ഞാൻ നൈസ് ആയിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ ആ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി എന്താടാ 8 ആണ് നമ്മൾ ഓൾറെഡി എന്തുണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. x5 എന്താടാ 8 ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതില് x3യും x7ന്റെയും എന്താണ് സം. ഇത് ഓൾറെഡി നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. x3യും x7നും എന്താ മക്കളെ നിങ്ങൾ നോക്കിയേ. x3യും x7നും നിങ്ങൾ നോക്കിയേ. ഇവർ ഗുണിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 2 4 6 8 10 ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഈ കേസിൽ ഫസ്റ്റും ലാസ്റ്റും നമ്മൾ ആഡ് ചെയ്താൽ എത്ര കിട്ടുക 12. സെക്കൻഡ് ലാസ്റ്റ് ആഡ് ചെയ്താൽ എത്ര കിട്ടുക 12. അതേപോലെ 6ന്റെ ഡബിൾ ആയിരിക്കും അല്ലെ. 6ന്റെ ഡബിൾ ആയിരിക്കും 2 × 6 എത്രയാണ് കിട്ടുക 12 കിട്ടുക. ഇത് ഓൾറെഡി ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ എക്സിസ്റ്റ് ആവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ എങ്ങനെ പറയാം നിങ്ങൾ. അപ്പോൾ x3 പ്ലസ് നമുക്ക് എന്ത് പറയണം x7 ഈക്വൽ ടു ആ മിഡിൽ ടേം ആയിട്ടുള്ള ആരായിരിക്കും 8 ഇൻറ്റു എന്തായിരിക്കും 2 ആയിരിക്കും അല്ലെ. മിഡിൽ ടേം 8 ആണ്, അതിന്റെ ഡബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x3 പ്ലസ് x7ന്റെ ഉത്തരം എന്താ മക്കളെ 16 ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയാണ് അത് 16 ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ. നമുക്ക് ഉറപ്പിക്കാം ഈ സ്റ്റേറ്റ്മെന്റ് എന്താടാ ട്രൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് അത് ഇവിടെ എഴുതാം. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് ട്രൂ ആണ് നമ്മൾ മനസ്സിൽ വെക്കുന്നു. ഇനി സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത് എന്താ. ഇത് സം ഓഫ് ദ ടു നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിംഗ് blah 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 അല്ലെ. നമ്പേഴ്സ് ട്വൈസ് ദിസ് നമ്പർ. ഈ പറഞ്ഞത് കറക്റ്റ് ആണ് അല്ലെ. ഈ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം എന്താണ് സെന്റർ നമ്പറിന്റെ രണ്ട് ഭാഗം ഇങ്ങോട്ട് വന്നാലും എന്താണ് സെന്റർ ടേമിന്റെ എന്താണ് ട്വൈസ് ആണ്. നോർമലി അരിത്തമാറ്റിക് സീക്വൻസിന്റെ കോൺസെപ്റ്റ് ആണ് അവർ പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ബേസിക്കലി എന്താണ് മക്കളെ ട്രൂ ആണ്. അപ്പൊ എക്സാമിന് ഇതുപോലെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തരും, രണ്ടും ട്രൂ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ നോക്കുക. എ ഈസ് ട്രൂ, ബി ഈസ് ഫാൾസ്. എ ഈസ് അല്ലെ ഏതാ ആൻസർ. ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഓഫ് അല്ലെ. ബി അല്ലെ റീസൺ. എ എക്സിസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് എ ആണ്. സോ ദ ഓപ്ഷൻ ഈസ് മക്കളെ എന്താടാ 3 ആണ് അതിന്റെ എന്ത് വരുന്നത് ആൻസർ വരുന്നത് ഏട്ടാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. The fourth term of arithmetic sequence is 8 and the seventh term is 16. What is the 10th term of the sequence? What is the first term? ഇത് കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഇഷ്ടംപോലെ നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ എന്താണ് 4th term 18 ആണ്, 7th term 16 ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ വാട്ട് ഇസ് ദ 10th term എന്താ, വാട്ട് ഇസ് ദ ഫസ്റ്റ് ടേം എന്താ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം 4th term എത്രയാണ് തന്നിട്ടുള്ളത് 80 ആണ്. അപ്പൊ നേരെ x4 ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 80 ആണെന്ന് പറയാം. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാ 7th ടേം 7ാം പദം എത്രയാടാ 60 ആണ്. അപ്പൊ 7ാം പദം നമ്മൾ എന്ത് എഴുതുന്നൂടാ 7ാം പദം എത്രയാടാ 7ാം പദം എത്രയായിരുന്നു 60 അല്ലേ 60 ആണ്. നമുക്കറിയാം രണ്ട് വ്യത്യസ്ത ടേമുകൾ തന്നാൽ ഡി കാണാൻ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഡിയുടെ ഫോർമുല എന്താ നിങ്ങൾ മക്കൾ പറ. ഡി എന്ന് പറഞ്ഞാൽ എന്താ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ എന്താ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. അപ്പൊ ഡിഫറൻസ് പറ. സാറേ 60 മൈനസ് 80. സാറേ വലുതെന്ന് ചെറുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതേണ്ടത് അല്ലേ. അപ്പൊ എന്ത് വരൂടാ 7 മൈനസ് 4 അല്ലെ. 60 മൈനസ് 80 എന്താ 80 60 കുറച്ചാൽ എത്രയോടാ -20. 7 മൈനസ് 4 വാട്ട് ഇസ് ദ ആൻസർ. നമുക്ക് എത്ര കിട്ടൂടാ 3 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഡിയുടെ ആൻസർ എന്താണ് -20/3 ആണ് നമുക്ക് എന്ത് കിട്ടുക ആൻസർ കിട്ടുക. നമ്മളിത് വെട്ടി ചെറുതാക്കാൻ പറ്റില്ല. 20 ഈവൺ ആണ്, 3 ഓഡ് ആണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് വെട്ടി ചെറുതാക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകണ്ട. നേരെ ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത് 10th ടേം കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നമുക്ക് ഓൾറെഡി ഇവിടെ എന്ത് കിട്ടിയടാ ഡി കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞത് 10th ടേം ആണ്. ബിഫോർ നമ്മൾ ഫസ്റ്റ് ടേം കാണണം. കാരണം എന്താ മക്കളെ നെക്സ്റ്റ് നോക്കടാ. നമുക്ക് വേണ്ടത് എന്താടാ ഇവിടെ ഇപ്പൊ ഡി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് 10ാം പദം എന്താണെന്നുള്ളതാണ്. സാർ ഇവിടെ കാണാം x10 കാണാം. x10 കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഒരു ടേം ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താടാ x4 ഉണ്ട് x7 ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് എന്ത് ചെയ്യടാ വർക്ക് ചെയ്യാം. ഞാൻ x4 എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. x4 പ്ലസ് നിങ്ങൾ നോക്കുക 10ന്റെയും 4ന്റെയും ഡിഫറൻസ് എന്താ മക്കളെ 6D ആണ്. 10ന്റെയും 4 ഡിഫറൻസ് എത്രയാടാ 6D ആണ്. സോ x4 എത്രയാടാ 80 ആണ്. 6 ഇൻറ്റു ഡി എത്ര മക്കളെ -20/3 അല്ലെ. 3 6 എത്ര തവണ പോടാ 2 തവണ പോകും. സോ എന്ത് വരൂടാ 80. പ്ലസും മൈനസും വന്നാൽ എന്താ മക്കളെ മൈനസ്. 2 ഇൻറ്റു 20 എത്രയാടാ 40. അപ്പൊ 80 40 പോലെ നമുക്ക് എത്ര കിട്ടൂടാ 40. നമുക്ക് എന്ത് കിട്ടൂടാ മക്കളെ x10ന്റെ ഉത്തരം നമുക്ക് കിട്ടിയടാ. x10ന്റെ ഉത്തരം എത്രയാടാ മക്കളെ 40 ആണ്. ഇതൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എക്സാമിന് ചോദിക്കും. ഇതുപോലെ എന്താടാ ഫസ്റ്റ് ടേം എത്രയാണ് നമ്മളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ടേം കണ്ടെത്തണം. ഇത് x10 ടേം ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് ടേം കാണാം. വളരെ ഈസി. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x1 കാണലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേം വെച്ചിട്ട് ആൻസർ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഗിവൺ ആയിട്ട് x4 ഓൾറെഡി ഉണ്ട്. അപ്പൊ x4 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക 1 4 നമ്മുടെ ഡിഫറൻസ് നോക്കുക. 1 മൈനസ് 4 എത്രയാടാ -3 ആണ്. ആ -3 എന്ത് വരൂടാ -3 ഡി. x4 ഓൾറെഡി എത്രയാടാ ക്വസ്റ്റ്യനിൽ 80 ആണ്. -3 ഇൻറ്റു ഡി എത്രയാടാ മക്കളെ ക്വസ്റ്റ്യനിൽ -20/3. ഈ പാറ്റേൺ ഒക്കെ ഓൾറെഡി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. 80 മൈനസും എന്താവും +20. എത്ര വരും മക്കളെ 80 അല്ലെ. ഇപ്പൊ എത്ര വരൂടാ
100 നമുക്ക് എന്ത് കിട്ടടാ ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് കിട്ടൂടാ മക്കളെ 100 കിട്ടും. ഈ ഒരു പാറ്റേൺ ഒക്കെ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് സാർക്ക് അറിയാം. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ അധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യാം. സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 40 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 13 ടേം ഈസ് 260 അല്ലെ. അതായത് ഇവിടെ സമ്മില് ആക്ച്വലി ഇവിടെ സമ്മില് 2 കേസ് തന്നിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5-ാം പദം 8-ാം പദം എന്ന് പറഞ്ഞ പോലെയല്ല, ഇവിടെ സമ്മിന്റെ കേസിലാണ് തന്നിട്ടുള്ളത്. അല്ലേ, ആദ്യത്തെ എത്ര പദങ്ങളുടെ തുക എത്ര, ആദ്യത്തെ എത്ര പദങ്ങളുടെ തുക എത്ര എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി സമ്മിലാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും ഡി ഒക്കെ എങ്ങനെ കാണാന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സമഗ്ര പറയുന്നത് ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 40 ആൻഡ് ദ സം ഓഫ് ദി 13th ടേം ഈസ് 260. വാട്ട് ഈസ് ദ തേർഡ് ടേം ബ്ലാ 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 ക്വസ്റ്റ്യൻസ്. അതെന്തോ ആവട്ടെ, നിങ്ങൾ ഇവിടെ സം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാം? ഫസ്റ്റ് ടേം കാണണം, ഡി കാണാം. ഇത് രണ്ടും കിട്ടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സോ മലയാളത്തിൽ വായിക്കാം. സമാന്തരല്ലേ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. സോ ദ ആൻസറിലോട്ട് നമ്മൾ പോകുന്നു. ബിഫോർ ആൻസറിലോട്ട് നമ്മൾ പോകുന്നതിന്റെ മുന്നേ എന്തൊക്കെ തന്നടാ? ദ സം ഓഫ് ദി 5 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാടാ മക്കളെ, S5 നമുക്ക് തന്നിട്ടുണ്ട് മക്കളെ. എത്രയാടാ? 40 ആണ്. അതുപോലെ എഴുതി വെക്കാം കേട്ടാ. അതേപോലെ പിന്നെ എന്താ തന്നിട്ടുള്ളത്? സം ഓഫ് ദി ഫസ്റ്റ് 13 ടേം അല്ലെ. ഫസ്റ്റ് 13 ടേം എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനില് 260. നമുക്ക് തന്ന കാര്യങ്ങൾ മക്കളെ കൃത്യതയോടുകൂടെ നമ്മൾ എഴുതിയെടുക്കുന്നു. ഇനി സാറേ ഇത് രണ്ടും ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ട് തന്നു അല്ലെ. ഇനി നമുക്ക് ഇവിടെ എന്താ ആക്ച്വലി കാണാനുള്ളത്? നമുക്കറിയാം സമ്മിന്റെ ഫോർമുല. സമ്മുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നാൽ സമ്മിന്റെ ഫോർമുല എഴുതുക. സോ സമ്മിന്റെ ഫോർമുല മക്കൾ പറ. SN എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താടാ? സാറേ n/2 2x1 പ്ലസ് എന്താ സാറേ n-1 ഇൻറ്റു ഡി. ഇതാണ് നമ്മൾ സമ്മ് കാണാനുള്ള ഫോർമുല. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ S5 നമ്മൾ ഇവിടെ കാണുന്നു. അപ്പൊ നമ്മളിവിടെ കാണുന്നു S5 കൊടുത്താൽ എന്ത് വരും മക്കളെ? 5/2 2 ഇൻറ്റു x1 ഒന്നും അറിയില്ല, ജസ്റ്റ് പുട്ട് ചെയ്യുക. n-1 5-1 d എത്ര? d ഒന്നും നമുക്ക് അറിയില്ല, ജസ്റ്റ് പുട്ട് ചെയ്യുക. സമം ഇത് എത്രയാകുന്നു? 40 ആകുന്നു. ഈക്വൽ ടു 40 ആകുന്നു. അപ്പോ sy ഈക്വൽ ടു ഇതേ ഈക്വൽ ടു ഇത് എന്ന് പറഞ്ഞാൽ sy നമ്മൾ എഴുതണ്ട. ഇനി എന്ത് ചെയ്താൽ മതി? 5/2 പറ 2x1 പ്ലസ് 5 പോലെ എത്രടാ? 4d അല്ലെ, ഈക്വൽ ടു 14. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ഈ 2 ഇവിടെ രണ്ടിലും കോമൺ 2 ഉണ്ട്. സാറേ ഇവിടെ നന്നായി ശ്രദ്ധിച്ചോ, ഇവിടെയും 2 കോമൺ ഉണ്ട്. 4 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2 × 2. അപ്പൊ രണ്ടിൽ നിന്ന് കോമൺ 2 വലിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ആൻസർ? ശ്രദ്ധിച്ചോ, ഓൾറെഡി 5/2 ഉണ്ട്. രണ്ടിൽ നിന്ന് കോമൺ 2 നമ്മൾ ഔട്ട് സൈഡ് വലിച്ചു. കോമൺ 2 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തെടുക്കണം. അങ്ങനെ പുറത്തെടുത്താൽ പിന്നെ എന്താ കിട്ടുക? x1 പ്ലസ് 2d അല്ലെ. ഒരു 2 ആണ് പുറത്തെടുത്തുള്ളത്. അപ്പൊ നമുക്ക് 2d കിട്ടും. ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? 40 കിട്ടും. സോ 2 ക്യാൻസൽ ആവൂടാ. പിന്നെ എന്ത് കിട്ടും? 5 ഇൻറ്റു x1 പ്ലസ് 2d സമം എത്ര കിട്ടൂടാ? 40 കിട്ടും അല്ലെ. അതിനുശേഷം ഈ 5 എന്ത് ചെയ്യോടാ? താഴത്തോട്ട് വന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും മക്കളെ? പറ. x1 പ്ലസ് 2d സമം എന്ത് കിട്ടൂടാ? 40/. ഇത് ഇൻറ്റു 5 ആണ്, ഇങ്ങോട്ട് വരും. വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. 40ൽ എത്ര 5 ഉണ്ട് മക്കളെ? 8 ആണ് സാറേ ഉള്ളത്. സോ 8 ആണ് ഇക്വേഷൻ നമ്പർ 1. മറക്കണ്ട, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യടാ? എക്സാമിന് സേവ് ചെയ്ത് വെക്കുക. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യടാ? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. സോ ദ ഇക്വേഷൻ ഈസ് എന്താടാ? x1 പ്ലസ് 2d ഈക്വൽ ടു എത്രയാടാ? x1 പ്ലസ് 2d ഈക്വൽ ടു 8 ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇതേപോലെ S13 നമ്മൾ ഇക്വേഷൻ കാണാം. ഇതേപോലെ തന്നെ എന്ത് ചെയ്യടാ? S13 കാണാം. അപ്പൊ നമുക്ക് നോക്കാം. S13 260 അല്ലേ. S13 ഈക്വൽ ടു എന്താണ് മക്കളെ? 260 ആണ്. ഇതേപോലെ നമ്മൾ കാണുന്നു. SN ന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. SN ഈക്വൽ ടു എന്താ? n/2 2x1 പ്ലസ് എന്താടാ? n-1 ഇൻറ്റു d സമം ഇത് എത്രയാകുന്നു? 260 ആകുന്നു. സോ സിംപ്ലിഫൈ ചെയ്യുന്നു. സോ S13 ഈക്വൽ ടു എന്തിടാ? 13/2 2x1 പ്ലസ് n-1 എത്രയോടാ? 13-1 d എത്ര മക്കളെ? കോമൺ ഡിഫറൻസ് നമുക്ക് അറിയില്ല, ജസ്റ്റ് d പുട്ട് ചെയ്യുക. ഈക്വൽ ടു 216. ഇനി 13/2 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഓഡ് കേസ് ആണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ എഴുതാം. 2x1 പ്ലസ് 13 പോലെ എത്രയാടാ? 12d ആണ്. സമം എത്രയാടാ? 260 ആണ്. നേരത്തെ അതേപോലെ തന്നെ കോമൺ നമ്മൾ പുറത്തെടുക്കുന്നു. ഇവിടെ 2 കോമൺ ആണ്. 12 എന്ന് പറഞ്ഞാൽ എന്താടാ? 6 × 2 ആണ്. അപ്പൊ രണ്ടിന്ന് കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 12നെ പുറത്തെടുത്താൽ കോമൺ ആയിട്ട് 12നെ പുറത്ത് 2നെ പുറത്തെടുത്താൽ 13/2 ഉണ്ട് ഇൻറ്റു 2 അല്ലെ. 2നെ കോമൺ പുറത്തെടുത്താൽ x1 പ്ലസ് എത്ര വരുവാടാ? 6 d സമം എത്ര കിട്ടും മക്കളെ? 260. സോ മുകളിലും താഴെയുള്ള 2നെ ക്യാൻസൽ ചെയ്യുന്നു. ഫൈനലി എന്ത് വരുവാടാ? 13 ഇൻറ്റു മക്കളെ പറ x1 പ്ലസ് 6d സമം എത്ര വരുവാടാ? 260. സോ x1 പ്ലസ് 6d ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്ത് വരും? 260/13. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. 260ൽ എത്ര 13 ഉണ്ടെന്ന് നോക്കുക. അപ്പൊ എത്ര ഉണ്ടടാ? 260ൽ എത്ര 13 ഉണ്ടെന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 20 ആണ് കേട്ടോ. x1 പ്ലസ്
6d ഈക്വൽ ടു എത്രയുടെ കിട്ടുക 20 ആണ് കിട്ടുക അല്ലെ സിംപ്ലി 26 എത്ര ഉണ്ട് 26 എത്ര 13 ഉണ്ട് 2 ഉണ്ട് എന്നിട്ട് ആ 0 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ ഇക്വേഷൻ നമ്പർ 2 അത്രയും സിമ്പിൾ ആണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോഴേ 260/13 അല്ലെ 13 സോ ദ ആൻസർ ഈസ് എന്താടാ 2 ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി സിംപ്ലിഫൈ ചെയ്താൽ മതി കേട്ടോ സോ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടിയടാ അത് നമ്മളിവിടെ എഴുതുന്നു അടുത്ത സ്റ്റെപ്പില് x1 plus 6d ഈക്വൽ ടു എത്ര മക്കളെ 20 അതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ എന്താ x1 plus 2d ഈക്വൽ ടു 8 അല്ലെ x1 plus 2d ഈക്വൽ ടു 8 സാറേ ഇക്വേഷൻ നമ്പർ 1 ഉം 2 മാറിപ്പോയിക്കണം അതൊന്നും പ്രശ്നമില്ല മക്കളെ ജസ്റ്റ് സോൾവിങ് ആണ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം വലുതെടുത്തോ പിന്നെ ചെറുതെടുത്തോ അത് നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് എന്താ ചെയ്യുക ആദ്യം വലുതെടുക്കുക പിന്നെ ചെറുതെടുക്കുക പറ മക്കളെ നമുക്കറിയാം ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന കുറെ ആളുകൾ ഡിഫിക്കൽറ്റി ഒക്കെ നേരിടും പക്ഷേ ഇത് വെരി ഈസിയാണ് ഒരു വേരിയബിൾ എലിമിനേറ്റ് ആണോ സിംപ്ലി നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്താൽ ആര് പോടാ x1 എലിമിനേറ്റ് ആവും 6d - 2d എത്ര കിട്ടും മക്കളെ 4d 6d - 2d എന്ന് പറഞ്ഞാൽ എത്രയുടെ 4d 20 8 പോയ മക്കളെ എത്ര വരും മക്കളെ 12 കിട്ടും സോ d എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ 12/4 12ൽ എത്ര 4 ഉണ്ട് മക്കളെ അല്ലെ 4 3 12 വളരെ ഈസി ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടൂടാ ഡിയുടെ ആൻസർ നമുക്ക് എന്തുകൂടാ കിട്ടും അപ്പൊ ആക്ച്വലി വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ഡി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു എന്താ ക്വസ്റ്റ്യൻ അപ്പൊ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ടൈമും കൂടെ കാണാം എപ്പോഴും നമ്മളൊരു ഡിയും കാണാം ഫസ്റ്റ് ടൈമും കാണാം ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുക മെയിൻ ആയിട്ട് നമ്മളെ എക്സാമിന് പ്രോബ്ലം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഡി കിട്ടാൻ അല്ലെ മീൻസ് ഫസ്റ്റ് ടൈം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനില്ലേ ഇപ്പൊ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്താടാ x1 plus 2d equal to 8 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ x1 plus 2 into d എത്ര മക്കളെ 3 equal to 8 x1 ഇവിടെ നിർത്തുക 2 into 3 എത്രടാ 6 equal to 8 x1 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 8 പ്ലസ് 6 അങ്ങോട്ട് പോയാൽ -6 x1 equal to മക്കളെ എത്ര കിട്ടൂടാ 2 ആണ് നമുക്ക് കിട്ടുക അപ്പൊ ഈ രണ്ട് ആൻസർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ രണ്ട് ആൻസർ കിട്ടിയ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ അറിയാം അല്ലെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കിട്ടിയ പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്താ പരിഭവമില്ല അല്ലെ സോ നമുക്ക് നോക്കാം എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത് നോക്കാം എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പറ വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ് തേർഡ് ടേം എന്താണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു നമുക്ക് എന്തൊക്കെ കിട്ടി x1 equal to മക്കളെ x1 എന്താ കിട്ടിയ 2 ആണ് x1 2 ആണ് അതുപോലെ d എത്ര മക്കളെ 3 നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ് എങ്ങനെ തേർഡ് ടേം കാണാ x3 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ x1 പ്ലസ് എന്താ മക്കളെ 2d ആണ് അല്ലേ x1 വെച്ചിട്ട് 3 ഉം 1 ന്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ 2d ആണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും x1 എത്രയാണ് മക്കളെ 2 ആണ് 2 into 3 ആണ് അല്ലേ സോ ആൻസർ 2 into 3 എത്ര 6 ആണ് സോ ആൻസർ എത്ര കിട്ടും 8 ആണ് ആൻസർ എടാ ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ആ ഡിയും എങ്ങനെയാണ് ഫസ്റ്റ് ടേമും കിട്ടുക എന്നുള്ളത് മാത്രം മക്കളെ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടാ വാട്ട് ഈസ് ദ സെവൻത് ടേം എങ്ങനെ സെവൻത് ടേം കാണാം അല്ലെ ഏഴാം പദം എങ്ങനെ കാണാം നോക്കേ x7 equal to എങ്ങനെ കാണാം x1 പ്ലസ് 7 3 ഡിഫറൻസ് എത്രയാണ് 6d ആണ് അല്ലേ സോ x1 ഓൾറെഡി എത്രയാണ് 2 ആണ് 6 into എത്ര കിട്ടോടാ 3 അപ്പൊ 2 into 6 into 3 എത്രയാണ് 18 നമുക്ക് ആൻസർ എത്ര കിട്ടും മക്കളെ 20 ആണ് നമുക്ക് എന്ത് കിട്ടടാ സെവൻത് ടേം ആയിട്ട് നമുക്ക് എന്ത് കിട്ടൂടാ 20 കിട്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ് റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ് വെരി ഈസി ക്വസ്റ്റ്യൻ ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക ഫസ്റ്റ് ടേം എന്താ ഓൾറെഡി 2 ആണ് കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ പറ കോമൺ ഡിഫറൻസ് 3 2 3 കൂട്ടിയാൽ എത്രയാണ് 5 ആണ് 5 3 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് 8 ആണ് എക്സെട്ര അപ്പോൾ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ കാണാൻ എന്താണ് വെരി 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 ഈസിയാണ് അപ്പോൾ സമ്മിന്റെ കേസിൽ ഇതുപോലെ രണ്ട് സമ്മുകൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡി കാണാം എങ്ങനെ ഫസ്റ്റ് ടേം കാണാമെന്ന് ക്ലിയർ ആയി മക്കളെ വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക് സമയമില്ല പടപടാച്ചിട്ട് പഠിക്കണം കേട്ടോ കാരണം ലാസ്റ്റ് സമയമാണ് അതുകൊണ്ടാണ് സാർ സ്പീഡിൽ പറയുന്നത് കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ ആണ് സം ഓഫ് ദ ഫസ്റ്റ് 8 ടേം ഓഫ് arithmetic sequence is 240 calculate the sum of fourth and fifth term of the sequence the third term 15 what is the sixth term write 3 arithmetic sequence with the sum of first 8 terms blah 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 എന്തായാലും ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 8 പദങ്ങളുടെ തുക 240 ആണെന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനടാ ഈ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് ആകെ ഹിന്റ് അത് മാത്രമേ ഉള്ളൂ സോ അത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനടാ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം സം ഓഫ് ദ 8th ടേം 240 ആണ് അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം തന്ന ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്ലിക്ക് കളിക്കാം ഓക്കെ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം സോ എസ് എന്താടാ S8 ഇത് മാത്രമേ ക്വസ്റ്റ്യൻ നമുക്ക് തന്ന ഡാറ്റാസ് നമുക്ക് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സോ x8 240 ആണെന്ന് മാത്രം അറിയാം ഇതിന്റെ ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇതിന്റെ ഇക്വേഷൻ എന്താ SN ൽ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും സമ്മിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ SN ഉപയോഗിക്കുക അപ്പൊ SN ഒക്കെ മക്കളെ പറയാം n/2 2x1 പ്ലസ് എന്താണ് ഇക്വേഷൻ n-1 into d അവിടെ നമ്മൾ കൊടുക്കുന്നു S8 കൊടുക്കുന്നു സോ ദ ആൻസർ 8/2
2x1 പ്ലസ് n എത്രയാണ് 8 മൈനസ് 1 d നമുക്കറിയില്ല d അങ്ങനെ എഴുതും അത് എത്രയാകുന്നു 240 ആകുന്നു നേരത്തെ അതേപോലെ തന്നെ 8ന്റെ പകുതി മക്കളെ സാറേ ഇവിടെ എന്താ സാറേ 8ന്റെ പകുതി ചെയ്യുന്നത് കാരണം 8/2 ആണ് ഈവൻ നമ്പർ 8ന്റെ പകുതി എത്രയാണ് 4 ആണ് അല്ലേ സോ അത് നമുക്ക് ചെയ്യാം മറ്റേത് ഓഡ് നമ്പർ ആയതുകൊണ്ടാണ് ചെയ്യാവുന്നത് 8 മൈനസ് 1 എത്രയാണ് 9d സോറി 7d അല്ലേ എത്രയുടെ വരിക 7d സമയം എത്ര വരൂടാ 240 അതിനുശേഷം 2x1 പ്ലസ് 7d സമം 240 മക്കളെ ഈ 4 ഇങ്ങോട്ട് വന്നാൽ എന്താ കൂടാ ബൈ 4 ആവും അല്ലെ സോ ഫൈനൽ ആൻസർ ഇവിടുത്തെ 7d പറ മക്കളെ 240 അല്ലെ 24 എത്ര 4 ഉണ്ട് നോക്കിയാൽ മതി 4 ഇത് 6 4 24 24 എത്ര 4 ഉണ്ട് 6 4 24 സോ ദ ആൻസർ ഈസ് എന്ത് കിട്ടൂടാ 60 കിട്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ എന്ത് ചെയ്യാം 1 എന്ന് പറയാം അപ്പൊ 2x1 പ്ലസ് 7d എന്ന് പറയുന്നത് എത്ര മക്കളെ 60 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി അതിനുശേഷം ക്വസ്റ്റ്യൻ ഒന്ന് അടിച്ച് പറക്കാം ഒന്ന് വായിക്കാം ആ ഹിന്റ് വെച്ച് നമ്മൾ അത് സെറ്റ് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദി സം ഓഫ് ദ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം ഓഫ് ദി സീക്വൻസ് ആണ് നാലാമത്തെയും അഞ്ചാമത്തെയും പദങ്ങളുടെ സം എന്താണെന്ന് ചോദിക്കുന്നത് അതൊന്നും ഇപ്പൊ കിട്ടൂല അതൊക്കെ അവനെ എടുക്കട്ടെ എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഹിന്റ് തന്നിട്ടുണ്ടോ നോക്കാം ഇത് തേർഡ് ടേം ഈസ് 15 ഹിന്റ് ആണ് തേർഡ് ടേം എന്താണ് 15 ആണ് നമുക്കൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ട് തേർഡ് ടേം എന്താടാ 15 ആണ് അപ്പൊ നമ്മൾ കാണുന്നു തേർഡ് ടേം 15 ആണ് നമ്മളെ ഹിന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇത് ക്വസ്റ്റ്യൻ തന്നതാണ് ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നോടാ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു അപ്പൊ നമുക്ക് എങ്ങനെ xn കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് പറയാം xn എന്ന് പറഞ്ഞാൽ നമുക്കറിയാം xn എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പറ x13 15 നമുക്ക് ഇങ്ങനെ ചെയ്യാം ഓക്കെ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക x13 x3 എങ്ങനെ കിട്ടുക x1ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി 2d കൂട്ടുന്നതാണ് എന്ത് അല്ലെ x3 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 2d അല്ലേ മക്കളെ x3 എന്ന് പറഞ്ഞാൽ x1ന്റെ കൂടെ 2d കൂട്ടുന്നതല്ലേ x3 അപ്പൊ x1 പ്ലസ് 2d ഈക്വൽ ടു 15 എഴുതി കൂടെ സോ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല രണ്ട് ഇക്വേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല അല്ലെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി x ഉം d ഉള്ള രണ്ട് ഇക്വേഷൻസ് കിട്ടി നോക്കി x ഉം d ഉള്ള ഇക്വേഷൻ x ഉം d ഉള്ള ഇക്വേഷൻ ഈ x ഉം d ഉള്ള ഇക്വേഷൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് സൊല്യൂഷൻ d ഒക്കെ നമുക്ക് പുറത്ത് വരും d കിട്ടും x1 ഒക്കെ കിട്ടും അല്ലേ അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം അടുത്ത പേജ് എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാം ഇക്വേഷൻ എന്താടാ 2x1 plus 7d equal to വളരെ എളുപ്പമുണ്ട് 2x1 plus 7d equal to എന്താ മക്കളെ 60 ആണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എന്താ x1 plus 2d equal to 15 ഓക്കെ x1 plus 2d equal to എന്താ മക്കളെ 15 ആണ് ഇനി ശ്രദ്ധിക്കുക നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ ക്യാൻസൽ ചെയ്യണം നിങ്ങൾ സിംപ്ലി സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ ആരും ക്യാൻസൽ ആവില്ല 2x1 മൈനസ് x1 എന്ന് പറഞ്ഞാൽ x1 ആ കിട്ടുക അതുപോലെ 7d മൈനസ് 2d എന്ന് പറഞ്ഞാൽ 5d ആ കിട്ടുക ഇവിടെ ആരും ക്യാൻസൽ ആവില്ല അതുകൊണ്ട് ഇത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രോബ്ലം അല്ലടാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സാറേ എന്താണ് സാറ് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2 നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നാമത്തെ ഇക്വേഷൻ അതുപോലെ കീപ്പ് ചെയ്യുക രണ്ടാമത്തെ ഇക്വേഷനിൽ എന്ത് മാറ്റം വരുന്നത് 2 into x1 എന്ത് വരും മക്കളെ 2x1 നോക്കി ഓക്കെ അപ്പൊ x1കൾ സെയിം ആയി അല്ലെ അതുപോലെ 2 into 2 എത്ര വരും മക്കളെ 4d ഈക്വൽ ടു അതേപോലെ 2 into 15 എത്ര വരും മക്കളെ 13 ഇതേപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2 നെ x1 കൊണ്ട് ഗുണിക്കുക 2 നെ 2d കൊണ്ട് ഗുണിക്കുക 2 നെ എന്ത് ചെയ്യുക കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇങ്ങനെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരേ വേരിയബിൾ ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് നോക്കെ ഇപ്പൊ x1കൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലി സബ്ട്രാക്ട് ചെയ്യുക 2x1 മൈനസ് 2x1 സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും 7d മൈനസ് അല്ലെ നമുക്ക് 7d മൈനസ് 4d അല്ലെ 7d മൈനസ് 4d സമം അതേപോലെ 60 30 പോലെ എത്ര കിട്ടൂടാ 30 7 4 പോലെ എത്ര കിട്ടും 7d പറ 3d അല്ലെ 3d 4 5 6 7 അല്ലെ 3d സമം എത്ര കിട്ടൂടാ മക്കളെ 13 കിട്ടും d എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 13/3 ഇത് ഇൻറ്റു ആണ് ഡിവിഷൻ ആവും അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് d = 3 എത്ര കിട്ടടാ 10 അല്ലെ സോ നമുക്ക് d കിട്ടും d കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടാൻ വളരെ ഈസിയാണ് എങ്ങനെ കിട്ടും ഒന്നാമത്തെ ഇക്വേഷനോ രണ്ടാമത്തെ ഇക്വേഷനോ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നു x1 plus 2d equal to 15 ഈ നാല് ഇക്വേഷനിൽ എവിടെ കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും കിട്ടുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം സോ x1 നമുക്ക് കിട്ടും ഇവിടെ x1 plus 2 into d എത്ര മക്കളെ 10 equal to 15 x1 plus 2 into 10 എത്ര മക്കളെ 20 equal to 15 x1 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പ്ലസ് 20 അങ്ങോട്ട് പോലെ എന്താവും മക്കളെ -20 x1 ഈക്വൽ ടു എത്ര വരൂടാ -5 നമുക്ക് ഫസ്റ്റ് ടേം എത്ര കിട്ടൂടാ മക്കളെ -5 ആടാ നമുക്ക് എന്ത് കിട്ടുന്നടാ ഫസ്റ്റ് ടേം കിട്ടുന്നത് സോ ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഡിയും കിട്ടി ഫസ്റ്റ് ടേമും കിട്ടി ഇനി എന്തൊക്കെയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു ക്വസ്റ്റ്യൻ ഇതാണ് കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം അവിടെ കിട്ടട്ടെ തേർഡ് ടേം കിട്ടി വാട്ട് ഇസ് ദ സിക്സ്ത് ടേം ഇനി ഈസി ആയിട്ട് കിട്ടും അല്ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിക്സ്ത് ടേം എന്താണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോ x6 എന്താണെന്നാണ് ചോദിച്ചത് നമുക്കറിയാം x1 പ്ലസ് എന്താടാ 5d ആണ് അല്ലെ അപ്പൊ x1 ഓൾറെഡി എത്രയാടാ x1 ഓൾറെഡി നമുക്ക് കിട്ടിയല്ലോ എവിടെ കിടക്കുന്നത് x1 എത്രയാ -5 അല്ലെ സർ -5 പ്ലസ് 5 into d എത്ര കിട്ടിയത് 10 ആ കിട്ടിയത് സോ 10 അപ്പോൾ പറ -5 പ്ലസ് 5 into 10 എത്രയാടാ 15 ആണ് -5 പ്ലസ് 15 എത്രയാടാ
പ്ലസ് 45 അല്ലെ, വലുത് ചെറുത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ 45 കിട്ടും. അപ്പൊ എക്സ് 6 നിങ്ങൾക്ക് എത്ര കിട്ടും മക്കളെ? 45 കിട്ടൂടാ. ഇനി എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത്? ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി സിംപിൾ ആയി. ബ്രൈറ്റ് 3 അവിടെ എടുക്കട്ടെ. ഇനി കാൽക്കുലേറ്റ് ദി സം ഓഫ് 4th and 5th ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണ്ട? 4th-ന്റെയും 5th ടേമിന്റെയും സമ്മ് കാണണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കാണാം? x4 കാണണം പ്ലസ് x5 കാണണം. പറ x4 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? x1 പ്ലസ് നിങ്ങൾ എന്തെങ്കിലും സെപ്പറേറ്റ് കാണാം. ഓക്കെ, x4 സെപ്പറേറ്റ് കാണാം. x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? x1 പ്ലസ് 3d. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പൊ x1ന്റെ ആൻസർ -5 ആണ് അല്ലെ. -5 ആണ്. 3 × d യുടെ ആൻസർ എത്ര? 10 അല്ലേ? d യുടെ ആൻസർ 10 ആണ്. സോ -5 പ്ലസ് എന്ത് വരും? 13. നമുക്ക് എത്ര കിട്ടും മക്കളെ? 25 കിട്ടും. അതുപോലെ x5ന്റെ ആൻസർ നമ്മൾ പറ. x5 x1 പ്ലസ് എത്രയാ സാറേ? 4d ആണ്. x1 എത്രയാണ്? -5 ആണ്. പ്ലസ് 4 × d എത്രയാണ്? 10 ആണ്. -5 എത്ര വരും? 40 വരും. എത്ര കിട്ടും സാറേ? 35 കിട്ടും അല്ലെ. അപ്പൊ രണ്ടും പാടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. 25 പ്ലസ് 35 30 40 ആകുമ്പോൾ ആൻസർ എത്ര കിട്ടും മക്കളെ? 60 ആണ്. x4ന്റെയും x5ന്റെയും സം എന്ന് പറയുന്നത് എത്രയാടാ? 60 ആണ്. സോ വളരെ വളരെ എളുപ്പമാണ്. ഇത്രയും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യടാ? എക്സാമിന് ചോദിക്കും. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് ടേംസ് ഓഫ് സീക്വൻസ് 6 8 6 10 14 അല്ലെ, അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഹൗ മെനി കൺസിക്യൂട്ടീവ് ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദി സീക്വൻസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 880? 880 കിട്ടുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ആൾജിബ്രിക് ഫോം തന്നിട്ടുണ്ട് അല്ലെ. ആൾജിബ്രിക് ഫോം, റൈറ്റ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആൾജിബ്രിക് ഫോം നമ്മൾ എന്ത് ചെയ്യണടാ? കാണണം എന്നാണ് ഓൾറെഡി അവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് കാണാം. ബിഫോർ നമുക്ക് നോക്കാം. ഹൗ മെനി കൺസിക്യൂട്ടീവ് ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദി സീക്വൻസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 880 എങ്ങനെ കിട്ടുക എന്നുള്ളതാണ്. Write the algebraic form of the sum of the first n terms of the sequence. Write the algebraic form of the sum of the first n terms of the sequence. അല്ലെ, ആൾജിബ്രിക് ഫോം കാണണം. എടാ മക്കളെ, ആൾജിബ്രിക് ഫോം ഇവിടെ എന്തിന്റെ കാണാനാ പറഞ്ഞത്? സം ഓഫ് ദി ഫസ്റ്റ് n terms of sequenceന്റെ കാണാൻ പറഞ്ഞത്. എടാ സം ഓഫ് ഫസ്റ്റ് n termsഉം ചോദിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ nth ടേമും ചോദിക്കാം. സമ്മ് ചോദിച്ചാൽ n²ലായിരിക്കും. എങ്ങനെയാ? സമ്മ് ചോദിച്ചാൽ n²ലായിരിക്കും. ഓക്കെ, nth ടേം ചോദിച്ചാൽ എന്തായിരിക്കും? n-ലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. കാരണം ഇതാണ് ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വെരി ഈസി, നമുക്ക് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? ഹൗ മെനി കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദിസ് സീക്വൻസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് n. അതായത് സ്റ്റാർട്ട് ഈ അരിത്തമാറ്റിക് സീക്വൻസ് ഇപ്പൊ നമ്മൾ കൂട്ടി 6 10 14 കൂട്ടിയ 10 6 16 20 20 30 കിട്ടാം. ഇതിങ്ങനെ കോമട്ട് പോയിട്ട് ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഒരു 880 കിട്ടും. അപ്പൊ എത്ര അങ്ങനത്തെ ടേമുകൾ ആദ്യം മുതൽ എത്ര വരെ? 15 ടേമാണോ 20 ടേമാണോ 30 ടേമാണോ ഒക്കെപ്പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 880 കിട്ടാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വന്നാൽ സം റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ സമ്മിന്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. Sn = എന്താടാ? n/2 എന്താ മക്കളെ? 2x1 പ്ലസ് എന്താടാ? n-1d. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സമ്മിന്റെ ഫോർമുല എഴുതാം. അതിനുശേഷം n അറിയില്ല, n ആണ് കാണുന്നത്, അതുകൊണ്ട് Sn എന്ന് തന്നെ കീപ്പ് ചെയ്യാം. Sn എന്ന് തന്നെ കീപ്പ് ചെയ്യാം. അപ്പൊ എന്ത് വരോടാ? n/2 2 × x1 ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ട്. എന്താണ്? 6 ആണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തെളിഞ്ഞിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ടൈം എത്രയാണ് തന്നിട്ടുണ്ട്? 6 ആണ്. n ഇപ്പോഴും അറിയില്ല, n-1. d നമുക്ക് ഓൾറെഡി കോമൺ ഡിഫറൻസ് നമുക്ക് ഓൾറെഡി കിട്ടൂടാ. കോമൺ ഡിഫറൻസ് എത്ര? 6 10 6 10 എന്ന് പറഞ്ഞാൽ 10 - 6 അല്ലേ. 10 - 6 എത്ര മക്കളെ? 4 ആണ് അല്ലെ. അപ്പൊ 4 ആണ് കോമൺ ഡിഫറൻസ് എന്നുള്ളത് ഓൾറെഡി എന്താണ്? ക്വസ്റ്റ്യനിൽ ഉണ്ടടാ. ഇത് എത്രയാണെന്നാണ് പ്രത്യേകിച്ച് ഈ സം 880 ആണെന്നാണ് അവർ പറയുന്നത്. Sn എന്ന് പറയുന്നത് 880 ആണ്. അപ്പൊ എത്ര ടേമുകൾ കൂട്ടിയാൽ അത് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇനി ഇത് വേണ്ട, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രം മതി? n/2 2 × 6 എത്രടാ? 12 4 × n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4n സെൻട്രൽ ചിഹ്നം മൈനസ് ഇട്ട് 4 × 1 എത്രടാ? 4 = 880. ആ സ്റ്റെപ്പ് അങ്ങനെ എഴുതി. അതിനുശേഷം നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. n/2 പറ 12 - 4 അല്ലെ. പറ 12 - 4 എത്രടാ? 8 ആണ്. പ്ലസ് 4n = എത്രയാണ് മക്കളെ? 880. നിങ്ങൾ നോക്കൂ, രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട് സാറേ? അടിയിലത്തെ 2നെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ എന്തുണ്ടാ? 4 × 2 ഉണ്ട്. ഇവിടെയും എന്തുണ്ട് മക്കളെ? ഇവിടെ എന്തുണ്ടാ? കോമൺ 2 × 2 ആണ് 4. അപ്പൊ രണ്ടിൽ നിന്ന് കോമൺ നമ്മൾ ആരെ വലിക്കും? നമ്മൾ ആരെ പുറത്തെടുക്കും? ഇവിടെ ഓൾറെഡി n/2 ഉണ്ട്. ആ 2നെ ഔട്ട് സൈഡ് വലിക്കുന്നു. അപ്പൊ എന്ത് വരും അവിടെ? പിന്നെ 4 + 2 അല്ലെ. 2 പോയ 4 അല്ലേ ഉണ്ടാവുക. സോ സിംപ്ലിഫൈ ചെയ്യുന്നു. 2 2 ക്യാൻസൽ അല്ലേ, = 880. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടൂടാ? n × 4 +
2n ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ 880 കിട്ടും. ജസ്റ്റ് n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും n × 4 എന്ന് പറഞ്ഞാൽ 4n പ്ലസ് എന്ത് വരൂടാ 2n² ഈക്വൽ ടു എന്ത് വരും മക്കളെ 880 കിട്ടും. സോ 880 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഫൈനലി n² n 880. ഇത് ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് വരും മക്കളെ 2n² പ്ലസ് 4n 880 ഇങ്ങോട്ട് വന്നാൽ എന്തോടാ -880 ഈക്വൽ ടു 0. എടാ മക്കളെ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ നമുക്ക് കിട്ടുവാടാ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഓൾറെഡി ആൻസർ ഇവിടെ കോമൺ ആരും കൂടി ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് കോമൺ എന്ത് ചെയ്യാം ഒന്നും കൂടെ ചെറുതാക്കാം. ഇവിടെ നോക്കാം രണ്ടിൽ അഗെയിൻ കോമൺ 2 ഇല്ല മക്കളെ, കാരണം 2 × 2 2 അഗെയിൻ കോമൺ 2 വലിച്ചോ. അപ്പൊ എന്ത് കിട്ടും 2n പ്ലസ് n² ഈക്വൽ ടു എന്ത് വരൂടാ 880 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ 2n പ്ലസ് n² ഈക്വൽ ടു എന്ത് വരും 880 × 2 ഇങ്ങോട്ട് വന്നാൽ എന്താവും /2 880ന്റെ പകുതി. അപ്പൊ എന്ത് വരൂടാ 2n പ്ലസ് n² ഈക്വൽ ടു എന്ത് വരൂടാ 440 കിട്ടും. 440 കേട്ടോ. ഇനി 440 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും n² പ്ലസ് 2n ആദ്യം n² പിന്നെ n പിന്നെ കോൺസ്റ്റന്റ്. സോ 440 സമം എന്ത് കിട്ടൂടാ 0. മക്കളെ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ അടുത്ത സ്റ്റെപ്പ്. സോ ഫൈനൽ ആൻസറിലോട്ടാ പോകുന്നത് 2n - 440 ഈക്വൽ ടു 0. മക്കളെ ഇത് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. മക്കളെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത ഈ -440 ഏതൊക്കെയാണ് രണ്ട് നമ്പറുകൾ പറയാൻ പറ്റും മക്കളെ. നമുക്കറിയാം 20 × 22 എന്താണ് മക്കളെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ 20 × 22 എത്രയാണ് മക്കളെ 440. ഇത് ഓൾറെഡി വാലിഡാ. 20 × 22 എത്രടാ 440. എക്സാമിന് ചോദിക്കൂടാ, അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതില് നമുക്കറിയാം രണ്ട് നമ്പറുകളുടെ ഗുണനഫലം -440 വരിക. എങ്ങനെയാണ് സാറേ രണ്ട് നമ്പറുകളുടെ ഗുണനഫലം -440 വരിക. അങ്ങനെയാണെങ്കിൽ ഇതിൽ എങ്ങനെ വരുടാ സാറേ -20 × 22. അപ്പൊ നമുക്കറിയാം -440 അല്ലെ. രണ്ട് നമ്പറുകളുടെ ഗുണനഫലം എന്ത് വരടാ -440 വരിക. ഇവർ അതേ നമ്പറുകൾ ആഡ് ചെയ്താൽ അതായത് -20 + 22 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക 2 ആണ് കിട്ടുക. അതായത് n-ന്റെ കൂടെയുള്ള നമ്പർ കിട്ടുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ഇത്രയുള്ളടാ n -20 ഇൻറ്റു എങ്ങനെ എഴുതാ n എന്ന് എഴുതാ. ഒരു നമ്പർ -20 ആണ് -20 എന്ന് എഴുതാ. അഗൈൻ n എന്ന് എഴുതാ. ഇത് 22 ആണ്, നമ്മൾ എന്ത് എഴുതാ +22 = 0 എന്ന് എഴുതാം. അതിനുശേഷം നമ്മൾ എന്ത് പറയുന്നു n - 20 ആദ്യത്തെ എടുക്കുന്നു. n - 20 = 0 n ഈക്വൽ ടു എന്തെന്ന് പറയുന്നുടാ 20 പറയുന്നു. അതേപോലെ ഇത് നെഗറ്റീവാ, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. n ഈക്വൽ ടു എന്ത് വരുടാ -2. അപ്പൊ n എപ്പോഴും എന്തായിരിക്കൂടാ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. ദ ആൻസർ ഈസ് എന്തായിരിക്കൂടാ n 20 ആയിരിക്കും. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ശരിയാണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് കണ്ടാൽ മതി SN ൽ S20 കണ്ടാൽ മതി. S20 എത്ര കിട്ടും 880. നിങ്ങൾക്ക് എന്താ കിട്ടൂടാ മക്കളെ ആൻസർ ആയിട്ട് കിട്ടൂടാ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇതിന്റെ ഒരു സിംപ്ലിഫിക്കേഷൻ മാത്രം എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ സമഗ്രയിൽ വന്ന പാറ്റേൺ ആണ്. ഇതൊക്കെ നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ മാത്രമേ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂടാ നമുക്ക് ഓണപരീക്ഷ കളറാക്കാൻ പറ്റുള്ളൂ. മക്കളെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ പാറ്റേണിലുള്ള കംപ്ലീറ്റ് പ്രെഡിക്ഷൻ എക്സാമിന് വരുന്ന 100% വരുന്ന എക്സാമിന് 100% ഉറപ്പുള്ള പ്രഡിക്ഷൻ ആയിട്ട് ഇന്ന് രാത്രി 7:30 എന്തുണ്ട് മക്കളെ ലൈവ് ഉണ്ട്. അത് മറക്കണ്ട. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട 7:30 80 മാർക്കിനുള്ള പ്രഡിക്ഷൻ ക്വസ്റ്റ്യനുമായിട്ട് എന്ത് ചെയ്യടാ ടീം ഞങ്ങൾ വരും. മറക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യടാ ലൈവ് എന്ത് ചെയ്യുക നോട്ടിഫൈ മീ എന്ത് ചെയ്യുക ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഇന്ന് ലൈവ് നമുക്ക് എന്ത് ചെയ്യടാ അടിപൊളിയാക്കാം കേട്ടോ മക്കളെ. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ സാർക്ക് എന്ത് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക രേഖപ്പെടുത്താം. ഓക്കെ മക്കളെ, അപ്പോൾ രാത്രി കാണാം. ഓക്കെ.